വാർത്തകളിലേക്ക്. തേജസ്വി യാദവിനെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് പ്രഖ്യാപിക്കും. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ എത്ര സീറ്റിൽ നേർക്കുനേർ വരുമെന്ന് ഇന്നറിയാം. ER രാഗേഷ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ER, ഗുഡ് മോർണിംഗ്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഏറെ നാളത്തെ ചർച്ചകൾക്കും തർക്കത്തിനുമൊക്കെ ഒടുവിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് എങ്ങനെയാണ് അതിലേക്ക് വഴങ്ങിയിരിക്കുന്നത്? ഇന്നലെ ഗെഹ്ലോത്തിന്റെ സന്ദർശനവും കൂടിക്കാഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ മഹാസഖ്യത്തിലെ അസ്വാരസ്യങ്ങൾക്കൊക്കെ എത്രത്തോളം പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും ഈ മഹാസഖ്യത്തിലെ കക്ഷികൾ തന്നെ പരസ്പരം നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യം അത് നിലനിൽക്കുകയാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുകയാണ്. അത്തരമൊരു പ്രതികരണം ഔദ്യോഗികമായി RJDയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ പോലും ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം പട്നയിൽ വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ പല കക്ഷികളും RJD ഇക്കാര്യം നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും തേജസ്വിയെ ഉയർത്തിക്കാട്ടണം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അതിനോടൊരു അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. നേരത്തെ ഉദിത് രാജ്, കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്, അദ്ദേഹം പോലും പ്രതികരിച്ചത് തേജസ്വി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് RJDയുടെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അല്ലാതെ ഇന്ത്യ സഖ്യത്തിന്റെ അല്ല എന്നൊരു പ്രതികരണം നേരത്തെ ഉദിത് രാജിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും ഗെഹ്ലോത്തും RJD നേതാക്കളുമായുള്ള ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലായത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ ആണ് പട്നയിൽ ഗെഹ്ലോത്ത് എത്തിയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷകനാണ്, ICC നിയോഗിച്ച നിരീക്ഷകനാണ്. അദ്ദേഹം ഇന്നലെ പട്നയിൽ എത്തുകയും ലാലു പ്രസാദ് യാദവുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തി, മറ്റ് RJD നേതാക്കളുമായും ചർച്ച നടത്തി. ഈ ചർച്ചയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വന്നത്. ഒന്ന്, തേജസ്വിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. രണ്ടാമതായി, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുക. കാരണം 10 സീറ്റുകളിലെങ്കിലും രണ്ടു പാർട്ടികളും ഈ മുന്നണിയിലെ കക്ഷികൾ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. RJDയും കോൺഗ്രസും ഏതാണ്ട് 4-5 സീറ്റുകളിൽ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഗെഹ്ലോത്തിനെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം തേജസ്വി യാദവുമായി KC വേണുഗോപാൽ ചർച്ച നടത്തിയിരുന്നു. ഏതായാലും ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം ഗെഹ്ലോത്ത് വ്യക്തമാക്കിയ കാര്യം ചർച്ച പോസിറ്റീവാണ്. മാത്രവുമല്ല, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, എല്ലാം നാളെ അറിയാം, ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഒഴിവാകുമെന്നാണ് ഇന്നലെ ഉച്ചയോടെ ഗെഹ്ലോത്ത് പ്രതികരിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അത്തരമൊരു പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ഒത്തുതീർപ്പിലേക്ക് പരമാവധി 10 എന്നുള്ള ഒരുപക്ഷെ 5-6 സീറ്റുകളിലേക്ക് മാത്രം മത്സരം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനായിരിക്കും ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന്റെ അടക്കം നീക്കം. കാരണം ആദ്യഘട്ട പത്രികാ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിപ്പിച്ചപ്പോൾ തന്നെ CPIക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ട്. കാരണം ആദ്യഘട്ടത്തിലെ പത്രികാ സമർപ്പണത്തിന്റെ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിന്റെ ഇന്ന് അവസാനിക്കാനിരിക്കെ പരമാവധി സീറ്റുകളിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുക, അത് തന്നെയാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല, NDA നേരത്തെ പല പ്രശ്നങ്ങൾ NDAക്ക് അകത്തുണ്ടായിരുന്നു. കൂടുതൽ സീറ്റുകളിൽ അവകാശവാദമൊക്കെ തന്നെ ചിരാഗ് പാസ്വാനും ജിതൻ റാം മാഞ്ചിയൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അവിടെ സീറ്റ് നിർണയം വലിയ തർക്കമില്ലാതെ പരിഹരിക്കാൻ NDAക്ക് കഴിയുകയും അവർ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രചാരണത്തിൽ ഈ മഹാസഖ്യത്തിലെ ഇന്ത്യ സഖ്യത്തിലെ ഈ തമ്മിലടിയും അസ്വാരസ്യങ്ങളും ഈ ഐക്യമില്ലായ്മയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കടന്നു വരുന്നുണ്ടോ? തീർച്ചയായും അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് NDA സഖ്യം. പ്രത്യേകിച്ച് മഹാസഖ്യത്തിൽ നേർക്കുനേറൊരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞൊരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടില്ല. പക്ഷേ RJDയിൽ സീറ്റ് കിട്ടാത്ത നേതാക്കൾ ലാലുവിൻ്റെ വീടിന് മുമ്പിൽ പ്രതിഷേധിക്കുന്നതൊക്കെ തന്നെ കണ്ടു. അതൊക്കെ തന്നെ ഒരു പ്രചാരണ വിഷയമായി മാറ്റുന്നുണ്ട് NDA. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല BJPക്ക്, JDU ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷായും ഒപ്പം തന്നെ നരേന്ദ്രമോദിയും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം. നരേന്ദ്രമോദി നാളെ ബീഹാറിലേക്ക് പ്രചാരണത്തിനായി എത്തുകയാണ്. അമിത്ഷായും വരും ദിവസങ്ങളിലെത്തും. ഏതാണ്ട് 35-ലധികം റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് അമിത്ഷാ. അങ്ങനെ ദേശീയ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബീഹാറിൽ ഇറക്കിക്കൊണ്ട് ഒരു കാടിളക്കിയുള്ള പ്രചാരണത്തിലേക്ക് BJP കടക്കുകയാണ്. ഒപ്പം നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചിരാഗ് പാസ്വാൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യം NDA
നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത് ഇന്ത്യ സഖ്യത്തിന്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ടൈറ്റ് മത്സരം എന്നൊക്കെ പറയുന്ന നിലയിലായിരുന്നു. പക്ഷേ നിസ്സാര സീറ്റുകൾക്ക് 15 സീറ്റുകളുടെ വ്യത്യാസത്തിന് ഭരണം പോയി. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി സീറ്റുകളിൽ സഖ്യ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം RJDക്കും കോൺഗ്രസിനുമുണ്ട്. അതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പട്നയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ. യെസ്, രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.